വളണ്ടിയർഷിപ്പ് എന്ന് പറയുന്നതിന്റെ ആവശ്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം നിൽക്കുന്ന നമുക്ക് എന്താ എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെയുള്ള കൂട്ടായ്മയിലാണേലും പുറത്താണേലും നമുക്കൊരാളിനെ സഹായിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി പറയാനുള്ള അവര് നാട്ടിൽ ചെന്ന് ഇറങ്ങി അവിടുന്ന് എനിക്ക് മെസ്സേജ് ഇട്ടപ്പോഴും എനിക്ക് എന്ത് സന്തോഷം തോന്നിയെന്നറിയാം. കാരണം ഇവിടുന്ന് ഞാൻ ഷംഷാദിനെ വിളിച്ച് ചോദിച്ചിരുന്നു. അദ്ദേഹം ട്രാവലിംഗ് ഫീൽഡിലാണ്. കുറെ ആൾക്കാരെ വിളിച്ച് ചോദിച്ചു പറഞ്ഞു ഇവർക്ക് ട്രാവലിംഗ് അനുവദിക്കത്തില്ല, കാരണം ഫ്ലൈറ്റിനകത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും, ഇനി ഡോർ തുറക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ കയറ്റി വിടരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ കുറെ ദിവസമായിട്ട് ഇതിന്റെ പുറകെ പോയി. എന്തായാലും അൽഹംദുലില്ലാഹ് കയറിപ്പോയി. അവിടെ ചെന്ന് 4 കുട്ടികളും ഒരു കുടുംബമല്ലേ, അവര് രക്ഷപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഞാനിതിവിടെ ഷെയർ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അതാണ് നമ്മളുടെ വളണ്ടിയർഷിപ്പ് മീൻ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഇതിനകത്ത് 12 പേരുണ്ട്. ഈ 12 പേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുകളാണ്. അല്ലാതെ എല്ലാവരും മെന്റൽ ഹെൽത്ത് മാത്രമുള്ളവരൊന്നും അല്ല. എല്ലാവർക്കും ഓരോരോ കഴിവുണ്ട്. നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തുക, നമ്മളെ സ്കിൽ എന്താണെന്ന് കണ്ടെത്തി അത് സ്കെയിൽ അപ്പ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മുടെ വളർച്ച. അപ്പൊ നമ്മളുടെ സ്കില്ല് എന്താണെന്ന് കണ്ടെത്തി അത് സ്കെയിൽ അപ്പ് ചെയ്തു പോകാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ. നിങ്ങൾക്ക് എന്താ കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഴിവിലേക്ക് നമുക്ക് കൊണ്ടുവന്നിട്ട്, ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് തലച്ചോറോ അല്ലെങ്കിൽ മനസ്സോ മാത്രമുള്ള കാര്യങ്ങളല്ലല്ലോ. നമ്മളുടെ എൻ്റയർ ലൈഫിനാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതിനകത്ത് കളികളും ചിരികളും സ്പോർട്സും ഗെയിംസും എല്ലാം പെടാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കഴിവുകൾ നമ്മൾ കൂട്ടായിട്ട് ഒരിടത്ത് പ്രവർത്തിക്കാൻ കഴിയുക, അവിടെ ഷെയർ ചെയ്യാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം എനിക്ക് ഒരു കോർഡിനേറ്റർ എന്നുള്ള രീതിയിലും അല്ലെ എനിക്ക് കിട്ടിയ ഒരു അവസരം എന്നുള്ള രീതിയിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇനി കൂടുതലായിട്ട് നമ്മൾക്ക് പേഴ്സണലി എല്ലാവരെയും പരിചയപ്പെടാനുണ്ട്. നമ്മൾ നാസിമ പറഞ്ഞതിൻ്റെ കൂട്ട് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് സംസാരിക്കുകയും പരിചയപ്പെടുകയും നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.